ലവ്ലി ഈസ് നോട്ട് സോ ലവ്ലി എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല. ഇതിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ 3D ഫിലിമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ 3Dയുടെ എഫക്റ്റ് ഒന്നും സിനിമയുടെ ഒരു ഘട്ടത്തിലും കിട്ടിയില്ല. കാരണം അതിൽ സിനിമ തുടങ്ങുമ്പോൾ ഈ സിഗർ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ്റ്റ് ആ പരസ്യത്തിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് 3D ആയിട്ട് തോന്നിയത്. അല്ലാതെ 2D നമ്മളെ കണ്ണിൽ കണ്ണട ഇരിപ്പുണ്ടെങ്കിൽ 2D എഫക്റ്റ് ആയിരുന്നു സിനിമയ്ക്ക്. 2D 3D അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ സിനിമയുടെ കഥയാണെങ്കിൽ ഒരു ചെറിയ കഥയായിരുന്നു. പിന്നെ അത്രയ്ക്ക് പിന്നെ കുട്ടിയൊക്കെ കൊണ്ടാണ് കാണിക്കാം. കാരണം വയലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അടുത്ത് കുറച്ച് വലിയ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു ആവറേജോ ബിലോ ആവറേജ് മൂവി എന്ന് പറയാം. വയലൻസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ കാണിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഡബ് ചെയ്തിരുന്നത് ഈ ഈച്ചയ്ക്ക് ഡബ് ചെയ്തേക്കുന്നത് നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാറാണ്, ബിന്നി കൃഷ്ണകുമാറിൻ്റെ പോലെ. ഭയങ്കര നന്നായിട്ട് ക്യൂട്ടായിട്ട് നല്ല ഈച്ചയ്ക്ക് പറ്റിയൊരു ശബ്ദം. അതേ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല സിനിമയിൽ. കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കൊണ്ട് കാണിക്കാം, വയലൻസ് ഇല്ല. മാത്യൂസ് എങ്ങനെയുണ്ട്? മാത്യു മറ്റേ ബ്രോമാൻസിലെ പോലെ തന്നെ ഇച്ചിരി ഓവറായിരുന്നു. ഒരു കഴിഞ്ഞ ബ്രോമാൻസിലെ പോലെ തന്നെ ഒരു നമുക്ക് അത്രയ്ക്ക് ദഹിക്കില്ല ആ പുള്ളിയുടെ ഒരു അഭിനയം. അല്ലാതെ ഒരു ചെറിയ സിനിമ, വയലൻസ് ഒന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് കാണാം, അത്രയേ ഉള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പോയി കാണാം. വൺ ടൈം വാച്ചും ഇല്ല. എന്തായാലും ഇത് എന്റെ പൈസ പോയി, സമയം പോയി. 3D കൊള്ളൂല, വളരെ ഈ പടത്തിലും വലിയ ഇതൊന്നുമില്ല. കുഴപ്പമില്ല. ഈച്ച സിനിമ പോലെ തന്നെയാണ് ബോണ്ടിങ് ഇവരായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഒട്ടും കണക്ട് ആവുന്നില്ല. എവിടെ കൊള്ളാം. പക്ഷേ കാണാൻ അത്ര ഇല്ലായിരുന്നു ഇതില്. പക്ഷേ ഫണ്ണി വീഡിയോ ഇഷ്ടംപോലുണ്ടായിരുന്നു. എന്നാലും കൊച്ചുകളെ കൊണ്ട് കാണാൻ കൊള്ളൂലേ സിനിമ. 3D കൊള്ളായിരുന്നു. നൈസ് 3D ആയിരുന്നു. കുഴപ്പമില്ല. ഈച്ചയുടെ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈച്ചയുടെ കുഴപ്പമില്ല, കോമഡിയാണ് ഈച്ചയൊക്കെ. പിന്നെ വേറെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാൻ ഒന്നുമില്ല. കൊള്ളാം. ഇല്ല ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. അയ്യോ കൂടുതൽ എന്താ പറയാ? ഇല്ല, എനിക്ക് അങ്ങനെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. 2-3 സീനിൽ 3D എഫക്റ്റ് ഒന്നുള്ളൂ, ബാക്കിയെല്ലാം നോർമലായിരുന്നു. 3D ഭയങ്കര കുറവായിരുന്നു. 3D വേണ്ടായിരുന്നു. 2D തന്നെ മതിയായിരുന്നു. ഓ ഇവര് മൊത്തം ഇതിന്റെ ഒരു പ്രൊമോഷൻ 3D ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. മാത്യു തോമസ് എങ്ങനെ ഉണ്ടായിരുന്നു? റൊമാൻസിൽ പോലെ ഭയങ്കര അഭിനയമാണ്. റൊമാൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ പിന്നെ ചുമ്മാ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുക. ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹാപ്പി അല്ല? ഇല്ല ഒരു ആവറേജ് മൂവി. എങ്ങനെ മാത്യുവും ബാക്കിയുള്ളവരൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഒരു എക്സ്പീരിയൻസ് എന്താണ് കണ്ടറിഞ്ഞത്? 3D കൂടെ അല്ലേ? 3D കുഴപ്പമില്ല. 3D അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. 3D ക്ലാസ്സിലായിരുന്നു അതോ? 3D ക്ലാസ് ആയിരുന്നു. എങ്ങനെ ഈച്ച വരുമ്പോൾ മാത്രമേ 3D അല്ല, ഫുൾ 3D ആണ്. ഈച്ചയുടെ 3D ഒക്കെ കൊള്ളാം. ഒരു സംസാരം ഇവരായിട്ടുള്ള ഒരു അതൊക്കെ എങ്ങനെ ഉണ്ടാവും? അതും കൊള്ളാം. ഈച്ചയായിട്ടുള്ള ഒരു ബോണ്ടിങ് അത് കൊള്ളാം. കോമഡിയാണോ? കോമഡി അല്ല, ഇമോഷണൽ ആയിട്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ട്. നമ്മളെ ഈച്ച സിനിമ പോലെയൊക്കെയാണോ? ഭയങ്കര ലവ് റിലേഷൻ അങ്ങനെ അതേപോലെയൊക്കെ. ഒരു ചിൽഡ്രൻസ് മൂവി എന്നുള്ള നിലയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ. ലാഗിങ് ആണ്, ബോറിംഗ് ആണ്. പിന്നെ 3D എഫക്ട്സ് എല്ലാം കൊള്ളാം. അവധിയാണല്ലോ, ഫാമിലി പിള്ളേരായിട്ടൊക്കെ വന്ന് ഫാമിലിക്കും കുട്ടികൾക്കും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ മാത്യൂസ് ഒരു ടീൻ എന്നുള്ള നിലയ്ക്ക് വന്നിട്ടില്ല, ഒരു ചൈൽഡ് എന്നുള്ള നിലയ്ക്കാണ്. ഒരു ചൈൽഡിനൊരു ഈച്ചയോട് തോന്നുന്ന മെന്റാലിറ്റിയാണ്. നമ്മുടെ പഴയ ഈച്ചയുടെ ഒരു ഏഴയിലത്തോലും വരാത്ത ഒരു പെർഫോമൻസ് ആണ്. എടുക്കാനാണോ ശ്രമിച്ചത് ഈ പടത്തിന്റെ ആൾക്കാർ? ഇല്ല, അതൊരു വില്ലനും ഈച്ചയായിട്ടാണല്ലോ. ഇത് ഒരു ഹീറോ ഈച്ചയായിട്ടാണ്. അപ്പം അതിൽ വരുന്ന ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് ഒന്നും ഇതിൽ വരത്തില്ല. ഇവരുടെ ഒരു ബോണ്ടിങ് ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നുണ്ടോ? ഇവരുടെ ബോണ്ടിങ് കാണിക്കാൻ വേണ്ടി കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അത്രയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഈച്ചയ്ക്ക് ഈ ഇയാളെ ഇടിക്കുന്ന മൊമെന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാനല്ലാതെ ഈച്ചയ്ക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. മറ്റേ പടത്തിലാണെങ്കിൽ ഈച്ച കത്തിയെടുത്ത് മാറ്റുന്നു, അങ്ങനെ കുറെ ഗ്രാഫിക്സ് സീനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലും അങ്ങനെ ഒന്നുമില്ല. ബോറിംഗ് ആണ്, ലാഗിങ് ആണ്. സോങ്സ് എടുത്ത് സൗണ്ടും ഗ്രാഫിക്സും 3D ഒക്കെ കൊള്ളാം. പക്ഷേ ഈ സോങ് ഒന്നും അങ്ങനെ മനസ്സിൽ തങ്ങി ഇങ്ങനെ ഒരു സോങ് ഒന്നുമില്ല. പിന്നെ സിനിമ
സിനിമ ഓവറോൾ എന്താണ് ഒരു ലാഗ് പടം, ഒരു ബ്ലൂമി ആയിട്ടുള്ള ഒരു സിനിമ പോലെ തോന്നും. കാണാനായിട്ട് റെക്കമെൻഡ് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യും. കുട്ടികൾക്ക് കാരണം ഇതിൽ മാത്യൂസ് ഒരു ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാം. പടം കൊള്ളത്തില്ല. ലവ്ലി പോലെ ലവ്ലി ആണോ? ലവ്ലി അല്ല, ഒട്ടും കൊള്ളത്തില്ല. പടം കൊള്ളത്തില്ല. അത്ര തന്നെ മാത്യു എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ല. പടം കുഴപ്പമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ച് ആണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഏതാ 3D കൊള്ളാം, കുഴപ്പമില്ല.